ശ്രീ CR നീലകണ്ഠൻ, ഈ സഹമന്ത്രി എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയില്ല. ഇനി വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ഏൽപ്പിച്ചാൽ സഹായിക്കാം, അതല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു അധികാരവുമില്ലാത്ത സഹമന്ത്രിയാണ്. ആ സഹമന്ത്രി ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എയിംസ് ഞാനിതാ തൃശ്ശൂരിൽ കൊണ്ടുവരും, ആലപ്പുഴയിൽ കൊണ്ടുവരും, ഇവിടെ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുകയാണ്. BJP അതിലെടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായി സ്വന്തമായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ? അദ്ദേഹത്തെ പറ്റി എന്താണ് ധരിച്ചു വശായിരിക്കുന്നത്? ഞാൻ അതിന് മറുപടി പറയുന്നതിന് ഒരു കാര്യം, ഞാനേ ഈ കരുവന്നൂർക്കാരനാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലെ, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നൊരു 25-35 വയസ്സ് വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം വീടിൻ്റെ ഭാഗം പോലെയുള്ള ഒരു സ്ഥാപനമാണ്. അവിടെയാണ് ആനന്ദവല്ലിയുടെ, നേരത്തെ നിങ്ങൾ പറഞ്ഞ കോട്ട് ചെയ്ത കാര്യം, ആനന്ദവല്ലിയെ എനിക്കറിയാം, അവരുടെ കുടുംബത്തെ അറിയാം, അത് അവരുടെ ഭർത്താവിനെ അറിയാം, അവരുടെ സഹോദരന്മാരെയൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു പ്രധാന പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ആ പ്രദേശത്ത് പോയപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ SG വോട്ട് ചെയ്യും, ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ, പല എൻ്റെ സൗഹൃദത്തിലുള്ള ആളുകൾ, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ BJPക്കല്ല സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു വാദം പറഞ്ഞു. അതേ ആളുകൾ ഇപ്പോൾ ചെല്ലുമ്പോൾ പറയുന്നത് ഒരു അബദ്ധം പറ്റിച്ചേട്ടാ, എന്താ ഇപ്പം ചെയ്യുക, ഈ 5 കൊല്ലം സഹിക്കലാണ്ട് എന്താ ചെയ്യാന്നാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ചോദിക്കുന്നത്. രാഹുൽ ഈശ്വർ എങ്ങനെ വെള്ള പൂശിയാലും ന്യായീകരിച്ചാലും അവിടെയുള്ളൊരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, സുരേഷ് ഗോപി സ്വന്തം ഉള്ളിൽ രാജാവ് തന്നെയാണ്, ഉള്ളിൽ അദ്ദേഹം രാജാവ് തന്നെയാണ്. അപ്പോൾ പ്രജയെക്കുറിച്ച്, പ്രജ എന്ന വാക്കിനെ കുറിച്ച് വലിയ വ്യാഖ്യാനങ്ങൾ കേട്ടു. മോഹൻലാലിൻ്റെ സിനിമയിലുണ്ട്, മമ്മൂട്ടിയുടെ സിനിമയിലുണ്ട്. ഞാൻ സിനിമയിലെ രാഷ്ട്രീയങ്ങളെ അംഗീകരിക്കുന്ന ആളല്ല, സിനിമ കാണുന്ന ആളാണ്. സിനിമ കാണുമ്പോൾ സിനിമ ഉണ്ടാക്കിയ ആളുടെ രാഷ്ട്രീയം അതാണ്. എനിക്കിഷ്ടമാണെങ്കിൽ പ്രജാപതി എനിക്കിഷ്ടമാണ്, പ്രജ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റേ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ എന്ന് നോക്കി നമുക്ക് ആ സിനിമ കാണാനും പറ്റില്ല. കാരണം സിനിമ വേറൊരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് അങ്ങനെ കാണാം, പരസ്യം കാണുന്ന പോലെ ഞാൻ സിനിമ ആണ്, അതവിടെ നിൽക്കട്ടെ. ഇനി കമ്മീഷണർ, അതുകൊണ്ട് കമ്മീഷണർ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കമ്മീഷണർക്ക് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അത് കമേഴ്ഷ്യൽ സിനിമയാണ്, അതങ്ങനെ ചെയ്യും. ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ, ശോഭന ഡാൻസ് ചെയ്യുമ്പോൾ അതിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടോളുന്നില്ല. ശോഭനയുടെ നൃത്തം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ശോഭനയുടെ ഡാൻസ് കാണുന്നു, ഡാൻസിനോട് ഇഷ്ടം. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറില്ല. അത് വേണമെന്നുള്ളത് വേറെ കാര്യം, ലാൽകുമാർ പറഞ്ഞ പോലെ അത് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, പ്രജ എന്ന വാക്ക് ഒരു സംശയവും വേണ്ട, അത് ഓരോ വാക്കിനും അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ രാജാവാണ്. അപ്പം അദ്ദേഹം രാജമന്നാനെ മറ്റേ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ആദിവാസി ഊരിലെ രാജാവ്. അവിടെ ആദിവാസി ജനങ്ങൾ അദ്ദേഹത്തെ ഞാൻ അവിടെ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടില്ല, ഇടമലക്കുടി. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ അവർക്ക് അവരുടെ ജനങ്ങൾ, അവർ മാത്രമാണ് അദ്ദേഹത്തെ രാജാവായിട്ട് വയ്ക്കുന്നത്, അതുകൊണ്ട് ബാക്കി ജനങ്ങളല്ല. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെ വന്ന ഒരാളല്ല. സുരേഷ് ഗോപി സിനിമയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരു സിനിമാ നടൻ പറയും, ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ ജഗദീഷ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രിയാണ്. അവിടെയാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ അധികാരം ഉപമന്ത്രിയാണോ സഹമന്ത്രിയാണോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം, അത് അവരുടെ പാർട്ടി തീരുമാനിക്കും. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തതിന് വലിയ വിഷമമുണ്ടായിരുന്നു, നമുക്കറിയാം തുടക്കത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്, അതിൽ വല്ലാത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് സഹിച്ചു. ഇപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്, എനിക്ക് മന്ത്രിയാവുന്ന താല്പര്യമില്ല. അതൊക്കെ അവരുടെ ഇന്റേണൽ കാര്യമാണ്. പക്ഷേ പ്രശ്നം പ്രജ എന്നുള്ള വാക്ക് തന്നെയാണ്. പ്രജ എന്ന വാക്ക് വേണമെങ്കിൽ അതിന് രാജ എന്ന് തന്നെ മറുവശത്ത് വരണം. പ്രജകളല്ല ജനങ്ങൾ, പ്രജകൾ ആണെന്ന് പറയുന്നത് ആ വാക്കിൻ്റെ കോണ്ടെക്സ്റ്റുവലായ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഴുവനുണ്ട്, ഇതിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഴുവനുണ്ട്. നേരത്തെ ബ്രാഹ്മണനാവണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ന്യായീകരിച്ച് കേട്ടു. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു നിലയ്ക്ക് രാഹുൽ ഈശ്വറിനോട് യോജിക്കുന്നു, സത്യസന്ധമായാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കാര്യവും അദ്ദേഹം പറയുന്നു. ഈ രാജ്യത്ത് പ്രജയുണ്ട്, ഈ രാജ്യത്ത് പ്രജകളുണ്ട്, ഞാൻ അവർക്കൊക്കെ പ്രജാക്ഷേമ തൽപരനായ രാജാവ് നമ്മൾ പറയില്ലേ, മഹാബലിയെക്കുറിച്ച് പറയാറുണ്ട്, തിരുവിതാംകൂറിലെ ചില രാജാക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. പ്രജാക്ഷേമ തൽപരനായ, കുട്ടിക്കഥ പറയുമ്പോഴും ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു അദ്ദേഹം എന്ന് പറയാറുണ്ട്. കാരണം പ്രജകൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിസന്ധി അതാണ്. നമ്മുടെ രാഷ്ട്രീയം ഇപ്പോഴും പ്രജ എന്ന അവസ്ഥയിൽ നിന്ന് വിട്ടിട്ടില്ല. ആ പ്രജയുടെ പ്രശ്നം എന്താ? പ്രജയ്ക്ക് ഭരണഘടനാപരമായി ഒരു അവകാശങ്ങളുമില്ല, ഒരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല. ആകെയുള്ള ഒരു അധികാരം എന്താ അറിയോ?
5 വർഷം മുമ്പ് പോയി ഒന്ന് കുത്തുക, ആരെ തിരഞ്ഞെടുക്കണം, തൻ്റെ രാജാവ് ആരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം പ്രജകൾക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രജകൾക്ക് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രജ ഫ്രീ ബീസ് കൊടുക്കുന്നു. ഫ്രീ ബീസ് ഞങ്ങൾ ഇത്ര കൊടുക്കുന്നു, ഞങ്ങൾ ഇത്ര കൊടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ വളരെ വിവാദമായ ഒരു ഫ്രീ ബീസിൻ്റെ കാര്യം നമ്മൾ ചർച്ച വന്നതാണ്. അങ്ങനെ കൊടുക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇതൊന്നുമല്ല, കേരളത്തിലെ ക്ഷേമ പെൻഷനെ കുറിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു, നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. കേസ് വന്നപ്പോൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ അവകാശമല്ല, ക്ഷേമ പെൻഷൻ ഔദാര്യമാണ്, അതൊരു പ്രജാ കണക്ഷനാണ്, ഞങ്ങളുടെ ഔദാര്യമാണ്, ഞങ്ങൾ തരും. ഏത് ഗവൺമെൻറ് ആയാലും വരുമോ, ഞാനതിൻ്റെ രാഷ്ട്രീയമല്ല കാണുന്നത്. അങ്ങനെ പ്രജകളെ ആക്കി ജനങ്ങളെ തങ്ങൾ കൊടുക്കുന്ന ഔദാര്യത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുകയാണ്. അതിൽ നിന്ന് അവകാശങ്ങൾ പതുക്കെ 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 ഇല്ലാതാവും പ്രജയ്ക്ക്. ഇത് അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുണ്ട്. പലരും അത് ഇൻഡയറക്റ്റാണ് പറയണമെങ്കിൽ രാഹുൽ പറഞ്ഞതുപോലെ അദ്ദേഹം വ്യക്തമായത് പറയുകയാണ്, ഞാൻ രാജാവാണ്, നിങ്ങൾ പ്രജകളാണ്, നിങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയാണ്? അത് അദ്ദേഹം സിനിമാക്കാരനായതുകൊണ്ടാണ്. സിനിമയിൽ അദ്ദേഹം പല രാജാക്കന്മാരായിട്ടും വേഷം കെട്ടാം. നമുക്ക് വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് ഒരാൾക്ക് വേഷം കെട്ടാം. ശിവാജി ഗണേശൻ വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ പോലെ ഇരുന്നാൽ ആളുകൾ അത് അത്ര പിടിച്ചോളണമെന്നില്ല. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയില്ല. BJP, അതുകൊണ്ടാണ് BJP അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരാത്തത്. ഒരു BJP-കാരൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നില്ല എന്ന സ്മൃതി പറഞ്ഞ്. ഇതിൽ മാത്രമല്ല, പഴയ ബ്രാഹ്മണ വിവാദത്തിൽ വന്നില്ല, ആനന്ദവല്ലിയുടെ വിഷയത്തിൽ വന്നില്ല, ഒന്നും വന്നില്ലല്ലോ. എന്താ വരാത്തത്? കാരണം അവർക്ക് ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് ഉള്ളിൽ, ഞാൻ പറയുന്നത് BJP-യുടെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഈ രാജാ പ്രജാ സങ്കല്പം തന്നെയാണുള്ളത്. ജനാധിപത്യമൊന്നും അവർക്കില്ല. ജനാധിപത്യം അവർ അംഗീകരിക്കുന്നുമില്ല, അവരുടെ സംഘടനയിലും ഇല്ല, പുറത്തുമില്ല. ജനാധിപത്യം എന്നുള്ളത് വ്യവസ്ഥ അവരില്ല. കാരണം തുല്യത എന്നത് അവർ അംഗീകരിക്കുന്നില്ല. തുല്യത ഇല്ല. 2 തരം 3 തരം 4 തരം പൗരന്മാരുള്ള ഒരു രാജ്യമാക്കണം എന്നാണ് പറയണേ. അങ്ങനെ പറയുമ്പോൾ പിന്നെ ജനാധിപത്യത്തിന് എന്താർത്ഥം? ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. ഞാൻ എല്ലാ ജാതിക്കാരെയും ഒരുപോലെ കാണുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ ബേസിക് ഡ്യൂട്ടിയാണ്. മറ്റേ ഏതെങ്കിലും ജാതിയോടോ മതത്തോടോ ഈവൻ രാഷ്ട്രീയ പാർട്ടിയോട് പോലും അങ്ങനെ നമ്മൾ പ്രീതിയോ അതുപോലെ വിദ്വേഷമോ കാണിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ഭരണഘടന പറയുന്നത്. പക്ഷെ അത് അദ്ദേഹം ആ ഭരണഘടന അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹം ഇംബൈബ് ചെയ്തിരിക്കുന്നു ഒരു പ്രത്യേക വ്യവസ്ഥിതിയോട്. ആ വ്യവസ്ഥിതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണനാവണമെന്ന് പറയും, തന്ത്രിയാവണമെന്ന് പറയും, അടുത്ത ജന്മത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് പറയും. അതൊക്കെ നമുക്ക് വ്യാഖ്യാനം വരാം, ബ്രാഹ്മണൻ എങ്ങനെയാണെന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ അബദ്ധം പറ്റി എന്ന് മാത്രമേ ഞാൻ പറയൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.